10 മിനിറ്റ് കൊണ്ടാണ് 1 മീറ്റർ വെള്ളമൊക്കെ പൊങ്ങുന്നത്. 3 മണിയായപ്പോഴേ വൈദ്യുതി ഇല്ലായിരുന്നു, ഓഫ് ചെയ്തേക്ക്. 4 സൈഡിലും വെള്ളം കയറിയിട്ടുണ്ട്. 4 സൈഡും വെള്ളത്താലും ചുറ്റുകെട്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് റാന്നിന്ന് ഒരു വഴിക്കോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം കിടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കൊണ്ടുവന്ന് കടയിൽ കയറ്റിയിട്ടുണ്ടല്ലോ ഓണത്തിൻ്റെ കച്ചവടത്തിന് വേണ്ടി. അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇന്നലെ അർദ്ധരാത്രി പെയ്ത മഴ റാന്നി ടൗണിലാകെ അതായത് പെട്ടെന്ന് വെള്ളം കയറി, അതായത് കടകളിലും വീടുകളിലും അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി പെയ്ത മഴയിലായിരുന്നു ഇത്തരത്തിലൊരു മഴ, ഇത്തരത്തിൽ പെട്ടെന്ന് അതിവേഗം വെള്ളം ഈ ടൗണിലാകെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ട്. അതായത് വീടുകളിൽ കുടുങ്ങിയവരെ, അതായത് രാവിലെ ആവുന്ന സമയത്ത് തന്നെ ഏറെക്കുറെ പകുതിയിലധികം പേരെയും ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പലരും ഈ ഏകദേശം 9 മണിക്ക് ശേഷം തന്നെ, രാവിലെ 9 മണിക്ക് ശേഷം തന്നെ വെള്ളം വലിയ രീതിയിൽ കയറി പമ്പേർ ആകെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. നമ്മൾ ഇവിടുത്തെ വ്യാപാരികളുമായി സംസാരിച്ചു. അപ്പോൾ വ്യാപാരികൾക്ക് അങ്ങനെ ഒരു അറിയിപ്പ്, അതായത് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായി വെള്ളം കയറുമെന്നൊരു അറിയിപ്പ് ഈ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും ഈ വ്യാപാരികൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത മാത്തുക്കുട്ടി ചേട്ടൻ ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. എപ്പോഴായിരുന്നു സംഭവം? ഇത് രാവിലെ 3:30 കഴിഞ്ഞപ്പോഴാണ് നമുക്കിവിടെ വെള്ളം കൂടുതലായിട്ട് കയറാൻ തുടങ്ങിയത്. അതുവരെ വെള്ളം ശാന്തമായി നിൽക്കുകയായിരുന്നു. കടക്കാർ ഒത്തിരി സാധനങ്ങൾ മാറ്റാനുള്ള സമയം കിട്ടി. അത് കഴിഞ്ഞപ്പം പെട്ടെന്നാണ് 5 മണിയായപ്പോഴത്തേക്ക് റോഡിന് മേളിൽ വരെ വെള്ളം കയറി. 1 മീറ്റർ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടാണ് 1 മീറ്റർ വെള്ളമൊക്കെ പൊങ്ങുന്നത്. അങ്ങനെ വളരെ ശക്തമായ വെള്ളമാണ് അന്ന് ആ സമയങ്ങളിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ പിന്നെ രാവിലെ ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മുമ്പ് തന്നെ തുടങ്ങി. ചില വീടുകൾ, താഴ്ന്ന വീടുകളിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മാറ്റി നമ്മൾ മേളത്തെ നിലയിലേക്കാക്കി. ആൾക്കാർ 2ാമത്തെ നിലയിൽ കയറിയിരുന്നു. ഇവിടെ തന്നെ കാണുന്ന പുറകിൽ തന്നെയാണെങ്കിൽ 2ാമത്തെ നിലയിൽ ഇരുന്നവരെ നമ്മൾ രാവിലെ 6 മണി 6:45 മുമ്പേ വെളിയിലിറക്കാൻ പറ്റി. ബാക്കിയുള്ളവർ അകത്ത് കിടന്നതാണ് കൂടുതൽ പേരെയും ഇറക്കാൻ പറ്റാതെ വന്നത്. അത് 9-9:30 ആയപ്പോഴത്തേക്കാണ് ഫയർഫോഴ്സിൻ്റെ വണ്ടി കൂടുതൽ വന്നത്. അതുവരെ കുറച്ചേ ഉള്ളായിരുന്നു നമുക്ക് ആൾക്കാർ ഇറക്കാനുള്ളത്. ഈ വൈദ്യുതി വന്ന ആ സമയത്ത് തന്നെ കട്ട് ചെയ്തിരുന്നു. 3 മണിയായപ്പോഴേ വൈദ്യുതി ഇല്ലായിരുന്നു, ഓഫ് ചെയ്തേക്കുമായിരുന്നു. ലൈൻ വെള്ളത്തിനകത്ത്, മന്ദിരത്തിൻ്റെ ഒരു വെള്ളത്തിനകത്ത് ലൈൻ ഇറങ്ങും. അതുകൊണ്ട് അത് വെളുപ്പിനെ 3 മണിയായപ്പോഴേ കട്ടായി. ഈ ചുറ്റോട്ട് എല്ലാ റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ടോ? 4 സൈഡിലും വെള്ളം കയറിയിട്ടുണ്ട്. 4 സൈഡും വെള്ളത്താലും ചുറ്റുകെട്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് റാന്നിന്ന് ഒരു വഴിക്കോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം കിടക്കുന്നത്. കോഴഞ്ചേരിക്ക് പറ്റത്തില്ല, തടിയൂർക്ക് പറ്റത്തില്ല. റാന്നി ചറ്റങ്കര വെള്ളം കയറി കിടക്കുകയാണ്. പെരുന്നാട് സൈഡിലോട്ട് പോയാലും വെള്ളം കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ പിന്നെ ഈ ഓണത്തിൻ്റെ സ്റ്റോക്ക് കണ്ടപ്പം ഈ കടയിലുള്ള ആൾക്കാർക്ക് അതൊക്കെ മാറ്റാനുള്ള സമയം കിട്ടിയിരുന്നോ രാവിലെ പുലർച്ചെ? ഇല്ല, ചെറിയ കടക്കാർക്ക് മാത്രമേ പറ്റിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ സാധനം, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കൊണ്ടുവന്ന് കടയിൽ കയറ്റിയിട്ടുണ്ടല്ലോ ഓണത്തിൻ്റെ കച്ചവടത്തിന് വേണ്ടി. അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ 1 മണിക്കൂറും കൊണ്ട് കടയ്ക്കകത്ത് വെള്ളം കയറി. കട തുറക്കാൻ പറ്റാത്ത കണ്ടീഷനില്ല. കൂടുതൽ കടയും മാമുക്കിന് ജംഗ്ഷനിൽ വന്നാൽ കട 3:30 കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വെള്ളം കയറി പെട്ടെന്ന്. ഈ നോക്കി നിൽക്കുമ്പോൾ ഒരടി വെള്ളം എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഇതായിപ്പോയി. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആർക്കും. എല്ലാം കടയ്ക്കകത്ത് തന്നെ സാധനം കൊണ്ട് ഇരിക്കുകയുള്ളൂ. അതങ്ങനെ ഒരു കണ്ടീഷനായിപ്പോയി. അത് തന്നെയാണ്, അതായത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ വെള്ളം ഈ റാന്നി ടൗണിലേക്ക് കുതിച്ചെത്തിയത്. പാമ്പാർ നദി കര കവിഞ്ഞൊഴുകുന്നൊരു സ്ഥിതിയുണ്ടായി. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സ്ഥിതി ശാന്തമാണ്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ടൗണിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ പമ്പയാർ നദിയിലെ ജലനിരപ്പിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് മന്ത്രിക്കാണ് ഇവിടെ ഇപ്പോൾ നിലയിൽ ഈ പത്തനംതിട്ട ജില്ലയുടെ ചാർജുള്ളത്. അദ്ദേഹം നേരിട്ട് ജില്ലയിലെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ നിസാമുദ്ദീനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഇടപെടലുണ്ടാകുന്നുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിലയിൽ ഇപ്പോഴും, അതായത് ഈ നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് വെള്ളം കയറുന്നില്ലെങ്കിൽ പോലും വീടുകളിൽ കഴിയുന്ന ആൾക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്.